ഗൈസ്, ഇന്നലെ രാത്രി മൈക്കിൾ ഷോ കണ്ടു വന്നിട്ട് ഇന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ കിക്ക് മാറിയിട്ടില്ല. കിഡിലെ മൂവി എന്ന് പറഞ്ഞാൽ കിഡിലെ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, പുള്ളി മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2009 എന്തോ മരിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോൾ 16-17 വർഷമായി. പക്ഷെ എന്നിട്ടും പുള്ളിയുടെ ഒരു മൂവിക്ക് കിട്ടുന്ന ഒരു പുള്ളിക്ക് ഉള്ളൊരു ഫാൻസ് ഉണ്ടല്ലോ. ഇത്രയും വർഷത്തിന് ശേഷം പുള്ളിയുടെ ഒരു ബയോപിക് ഇറങ്ങി, അതിലൊരു പാട്ടിനും ഞാൻ കണ്ടതാ തിയേറ്ററിൽ. ഞാൻ ഒരു എക്സാമ്പിൾ പറയും. ഒരു മൂവിയിൽ ഒരു ക്യാമിയോ വന്നാലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂവിയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിനോ വേറെ ഏതെങ്കിലും മൂവിയിലോ ഒരു റെഫറൻസ് നമ്മളെ ഇപ്പോൾ കാണുന്ന മൂവി കണ്ടാൽ നമുക്ക് ഉണ്ടാകുന്നൊരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, ആ ഒരു ത്രില്ലിങ് മൊമെൻ്റ് ഉണ്ടല്ലോ. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഒരു പാട്ടിൻ്റെ പേര് കാണിക്കുമ്പോൾ അതിൽ ഒരു അമ്മാതിരി കയ്യടി. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അന്ന് പുള്ളി ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓറ ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ കാണാം. ഒരു പാട്ടിൻ്റെ ഒരു പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ, കുറേ പാട്ടുകളുടെ പേര്. അതിപ്പോൾ ത്രില്ലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബില്ലി ജീൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ ഒരു പേര് കാണിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, ഒരു രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, അത് ഈ മൂവിയിൽ ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ്. നിങ്ങളൊരു ഡൈ ഹാർഡ് MJ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി ശരിക്കും ഇഷ്ടപ്പെടും. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവി എടുത്തു വെച്ചേക്കുന്നത്, നിങ്ങളിപ്പോൾ ഇപ്പോൾ നടക്കുന്ന പല കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതിനൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നുമില്ലായ്മയെന്ന് MJ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു കിങ് ഓഫ് പോപ്പ് അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് സെലിബ്രിറ്റി ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ആ ഒരു ജേണിയാണ് ഈ മൂവി മെയിൻലി. സോ ഇതൊരു പുള്ളിക്ക് കൊടുത്ത ഒരു നല്ല ട്രിബ്യൂട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കതുകൊണ്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതിൽ ഓരോരോ ചില സെക്കൻഡ് ഹാഫ് ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെ ഇപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പല പാട്ടുകളും മേക്ക് ചെയ്യുന്ന ഒക്കെ വിഷ്വലൊക്കെ എല്ലാം അടിപൊളി. സിനിമാറ്റോഗ്രഫി പീക്ക് സാധനം, കിഡിലൻ. സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആയിക്കോട്ടെ, ഓരോ മൈന്യൂട്ട് സൗണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഞാൻ 2D കണ്ടത്, പക്ഷേ എനിക്കും എന്നിട്ട് പോലും നമ്മൾ ആ ഒരു സീനിൽ നമ്മളവിടെ ഉണ്ടെന്ന് തോന്നിക്കും. കാരണം അതിൻ്റെ സൗണ്ട് ഡിസൈൻ ഗംഭീരമാണ്. ഒരു മൈന്യൂട്ട് സൗണ്ട് വരെ അവർ നോക്കി ശ്രദ്ധിച്ചാണ് ചെയ്തേക്കുന്നത്. വിഷ്വൽസ് ആയിക്കോട്ടെ. പിന്നെ എടുത്ത് പറയേണ്ടത് ജാഫർ ജാക്സന്റെ പെർഫോമൻസ് ആണ്. കിഡിലൻ. നമ്മൾ ശരിക്കും വിചാരിക്കും മൈക്കിൾ ജാക്സൺ ആണെന്ന് വിചാരിച്ചു നമ്മൾ. പിന്നെ നമ്മുടെ മൈൻഡിൽ MJ എന്ന് പറയുമ്പോൾ ചില സമയത്ത് പുള്ളിയുടെ ഫേസ് കയറി വരും. അത്രയ്ക്ക് കിഡിലനായിട്ട് പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ ആയിക്കോട്ടെ, പുള്ളിയുടെ ആ ഒരു സ്ലാങ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സംസാര രീതി എന്തോ ആയിക്കോട്ടെ, അത് നല്ല വൃത്തിയായിട്ട് പുള്ളി നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുള്ളിയുടെ ഫാമിലിയിൽ നടന്ന പല ഇഷ്യൂസും പുള്ളിയുടെ അച്ഛനായിട്ട് ഉണ്ടായ പുള്ളിയുടെ അച്ഛൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ പോലെ ആയിട്ടാണ് ഈ മൂവിയിൽ വരുന്നത്. സോ അതൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂവി എന്ന് പറയുന്നത് പുള്ളി ഇങ്ങനെ ഇത്രയും വലിയ ഒരാൾ, ഇത്രയും ഒരു വലിയ സെലിബ്രിറ്റി ആയത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന വരെ ഉള്ളൂ. അവിടെ വെച്ച് മൂവി എൻഡ് ആവുകയാണ്. നിങ്ങൾ കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് മരിച്ചതെന്നും അങ്ങനെ ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷ പോകണ്ട. ശരിക്കും പറഞ്ഞ ഒരു ട്രിബ്യൂട്ട്, ഒരു ട്രിബ്യൂട്ട് മൂവിയാണ് ഇത് പുള്ളിക്ക്. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൂവിയുടെ ഡയറക്ടറിനോട് ഒരു ഹ്യൂജ് റെസ്പെക്ട്. കാരണം അവിടെ വെച്ച് എൻഡ് ചെയ്ത് നന്നായി. എന്തോ ഇതിൻ്റെ ക്ലൈമാക്സ് ശരിക്കും ഇതല്ല, വേറെ എന്തോ ആയിരുന്നു. പിന്നെ ഫാമിലി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് റീഷൂട്ട് ചെയ്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. സോ അതാണെങ്കിലും കൊള്ളാം, നല്ല ഭംഗിക്ക് അവരുടെ ക്ലൈമാക്സിലൊരു സോങ്ങിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന. അതൊക്കെ കിട്ടില്ല സാധനം. നിങ്ങൾ MJ ഫാൻ അല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഈ മൂവി പോയി കണ്ടാൽ നിങ്ങൾ MJ ഫാനായിപ്പോവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു MJ ഫാനാണ്. ഞാൻ പുള്ളിയുടെ കുറേ നാളായിട്ട് ഞാൻ ഒരുപാട് പാട്ടുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ പുള്ളിയുടെ സ്റ്റോറിയൊക്കെ എനിക്ക് നേരത്തെ അറിയാം. പിന്നെ അതിപ്പോൾ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് എന്തായാലും ഈ മൂവി ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുമെന്നുണ്ടായി. അതും കണ്ടു, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും കിട്ടി. സോ അങ്ങനെ ഒരു കിഡിലെ മൂവിയാണ് മൈക്കിൾ. ഇത് ജാഫർ ജാക്സന്റെ ഫസ്റ്റ് മൂവിയാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് തോന്നുന്നു ഇതിലൊരു 2 വർഷത്തേക്ക് പുള്ളി ഈ ഒരു മൈക്കിൾ ജാക്സന്റെ ആ ഒരു പുള്ളിയുടെ സ്റ്റൈല് കാണിക്കാൻ വേണ്ടി ഒരു 2 വർഷത്തോളം പുള്ളി ആക്ടിംഗ് ഒക്കെ പഠിച്ച് ഡാൻസും മൂവ്മെൻറ്റ്സും ഒക്കെ പഠിച്ചു എന്നാണ് ഞാൻ കേട്ടത്. സോ അത് വേർത്തായി. കാരണം പുള്ളി നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് എത്രയേ പറയാനുള്ളൂ, നിങ്ങളൊരു ഡൈ ഹാർഡ് MJ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെ പറയും. ഇതിന് മുമ്പ് കുറേ ബാഡ് റിവ്യൂസ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടു. അതെന്താ കാരണം എന്നെനിക്കറിയില്ല. ബട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ മൂവി. സോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക.